വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൊമേഴ്സ് ഈസി നോട്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് തന്നെയാണ്. നമുക്ക് നോക്കാം എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ക്യാഷ് ആൻഡ് ഡെപ്പോസിറ്റ്സ്, ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ്, ഷെയർസ്, യൂണിറ്റ് ട്രസ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്, പ്രോപ്പർട്ടീസ്, ഡെറിവേറ്റീവ്സ്, കമോഡിറ്റീസ്, ലൈഫ് ഇൻഷുറൻസ്, ആന്യൂറ്റീസ്. ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏരിയാസ് ആണ്. ഇതിലും കൂടുതലായിട്ട് കുറേ ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണ്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ആണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ഫാക്ടേഴ്സ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡിസിഷൻസ് ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചിട്ട് വേണം ഒരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഫസ്റ്റ് വൺ, എക്സ്പെക്റ്റഡ് റിട്ടേൺസ്. നമുക്ക് കിട്ടുന്ന റിട്ടേൺസിൻ്റെ ബേസിസിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് സെലക്ട് ചെയ്യാം. സെക്കൻഡ് വൺ, റിസ്ക് അപ്പറ്റൈറ്റ്. റിസ്കിൻ്റെ ബേസിസിൽ നമ്മൾ പറഞ്ഞു റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞാൽ റിസ്ക് കൂടുന്നതിനനുസരിച്ച് റിട്ടേൺ കൂടും, റിസ്ക് കുറയുന്നതിനനുസരിച്ച് റിട്ടേൺ കുറയും. അപ്പോൾ റിസ്കിൻ്റെ ബേസിസിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് സേഫ്റ്റി, ഇൻകം, ടാക്സ് കൺസിഡറേഷൻസ്. അതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്. അതിൻ്റെ ബേസിസിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ. നെക്സ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ. എത്ര ടൈം പീരീഡ് ആണോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ എന്ന് പറയുന്നത്. ദ ലോങ്ങർ ദ ടൈം ദ റിട്ടേൺ വിൽ ബി ഹൈ. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ. നെക്സ്റ്റ് ഇസ് ഇൻവെസ്റ്റബിൾ സർപ്ലസ്. ഇൻവെസ്റ്റബിൾ സർപ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്ര എമൗണ്ട് ഉണ്ട്, സർപ്ലസ് ആയിട്ട് എത്ര എമൗണ്ട് ഉണ്ട്, അതിനെയാണ് ഇൻവെസ്റ്റബിൾ സർപ്ലസ്. നെക്സ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് നീഡ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ്. നെക്സ്റ്റ്, പാസ്റ്റ് മാർക്കറ്റ് ട്രെൻഡ്സ്. ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് മാർക്കറ്റ്, അതായത് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഹിസ്റ്ററി നോക്കാം, അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ. നെക്സ്റ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഡിഫൈനിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്, അനലൈസിങ് ദ സെക്യൂരിറ്റീസ്, കൺസ്ട്രക്ടിങ് എ പോർട്ട്ഫോളിയോ ടു മിനിമൈസ് ദ റിസ്ക്, ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ആൻഡ് റിവൈസിങ് ദ പോർട്ട്ഫോളിയോ. നമുക്ക് ഓരോ പോയിന്റും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫൈനിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ആദ്യം കൺസിഡർ ചെയ്യുക. സ്പെസിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ, ഇൻവെസ്റ്റ്മെൻറ്റ് കൺസ്ട്രെയിൻസ്. എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ്, എത്ര ഫണ്ടാണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അതിന് മാച്ചായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്. ഏതൊക്കെ ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്സ് ആണുള്ളത്. ദെൻ ടാക്സ് സ്റ്റാറ്റസ്. നമ്മുടെ ഒരാളുടെ ടാക്സ് സ്റ്റാറ്റസ്, നമ്മൾ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ ടാക്സ് കൺസിഡറേഷൻസ് കിട്ടുക, അതെല്ലാമാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് അനലൈസിങ് സെക്യൂരിറ്റീസ്. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് അണ്ടർ പ്രൈസ്ഡ് ആൻഡ് ഓവർ പ്രൈസ്ഡ് സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള ഹൈ പ്രൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന ഒരു ഗോൾഡൻ പ്രിൻസിപ്പിളാണ് ബൈ ലോ സെൽ ഹൈ. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. കുറഞ്ഞ എമൗണ്ടിന് മേടിക്കുക, കൂടുതൽ എമൗണ്ടിന് സെല് ചെയ്യുക. നെക്സ്റ്റ്, അനലൈസിങ് സെക്യൂരിറ്റീസിൽ വരുന്ന അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന 2 അപ്രോച്ചസ് ആണ് ടെക്നിക്കൽ അനാലിസിസ് ആൻഡ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് പോർഷൻസിൽ പഠിക്കാനുണ്ട്. എന്നാലും ഒരു വ്യൂ ആയിട്ട് ഞാൻ തരാം. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്സിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് അത് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ടെക്നിക്കൽ അനാലിസിസ്. ദെൻ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് സ്റ്റഡിയിങ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻസ് ആൻഡ് ദ ഔട്ട്ലുക്ക് ഫോർ ദ നാഷണൽ എക്കോണമി ഫോർ ദ എക്കണോമീസ് ഓഫ് കൺട്രീസ് വിത്ത് വിച്ച് സെക്യൂരിറ്റീസ് പ്രൈസസ് ക്യാൻ ബി ഫോർകാസ്റ്റഡ്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻസ് അനലൈസ് ചെയ്യുന്നതാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. നെക്സ്റ്റ് ഈസ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ. സെക്യൂരിറ്റീസ് അനലൈസ് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുക. പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷനിൽ വരുന്ന ഒരു 3 സ്റ്റെപ്പാണ് ഹൗ ടു അലോക്കേറ്റ് ദ പോർട്ട്ഫോളിയോ. എങ്ങനെയാണ് പോർട്ട്ഫോളിയോ അലോക്കേറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്കറിയാം ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സസ് ഉണ്ട്.
ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്, പിന്നെ റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പോർട്ട്ഫോളിയോ നമുക്ക് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് അസറ്റ് സെലക്ഷൻ ഡിസിഷൻ. രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ് അസറ്റ് സെലക്ഷൻ ഡിസിഷൻ. അതായത് ഇൻഡിവിജ്വൽ അസറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യാം. ഒരു ഗ്രൂപ്പ് നമ്മൾ ഓൾറെഡി അലോക്കേറ്റ് ചെയ്തു, അതിൽ നിന്ന് ഇൻഡിവിജ്വൽ അസറ്റ്സിനെ സെലക്ട് ചെയ്യാം. ദെൻ ദ ലാസ്റ്റ് ഫൈനൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ അസറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യാം. ഇതാണ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ. നെക്സ്റ്റ് ഈസ് പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ. നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത പോർട്ട്ഫോളിയോ പീരിയോഡിക്കലി നമ്മൾ എപ്പോഴും റിവ്യൂ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം പെർഫോം ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. ഇഫ് നെസസറി ദേ ക്യാൻ സ്വിച്ച് ഓവർ ടു അനദർ ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കുറവ് റിട്ടേൺ ആണ് തരുന്നതെങ്കിൽ നമുക്കത് സ്വിച്ച് ഓവർ ചെയ്യാം. ലാസ്റ്റ് സ്റ്റെപ്പാണ് പോർട്ട്ഫോളിയോ റിവിഷൻ. ആഫ്റ്റർ ഇവാലുവേറ്റിംഗ് ദ പോർട്ട്ഫോളിയോ നമ്മൾ ചെയ്യേണ്ടത് പോർട്ട്ഫോളിയോ റിവിഷനാണ്. ഇതും പോർട്ട്ഫോളിയോ പീരിയോഡിക് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യണം. മുകളിൽ പറഞ്ഞിട്ടുള്ള 4 സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറയാം. കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ടൈം ചേഞ്ച് ചെയ്യും തോറും ഒബ്ജക്റ്റീവ്സും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ചില മാറ്റങ്ങൾ വരുത്തണം. ഇൻ റെസ്പോൺസ് ടു സച്ച് ചേഞ്ചസ് ദി ഇൻവെസ്റ്റേഴ്സ് മേ ലൈക്ക് ടു റിവൈസ് ആൻഡ് റീബാലൻസ് ദ പോർട്ട്ഫോളിയോ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പോർട്ട്ഫോളിയോ അങ്ങനെ തന്നെ മാറ്റാം, അല്ലെങ്കിൽ പുതിയൊരു പോർട്ട്ഫോളിയോയിൽ ന്യൂ അസറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം. അതൊക്കെയാണ് പോർട്ട്ഫോളിയോ റിവിഷൻ. അപ്പോൾ ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും.